സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഓക്കെ, മതി മതി. ഈ പഠനത്തിന്റെ രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് നമ്മൾ വന്നിരിക്കുക. അപ്പൊ ഇവിടെ പറയുന്നു, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ. അപ്പൊ ഈ സുവിശേഷം പിടിക്കണം, നമ്മൾ അത് വായിച്ചു പഠിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് ജീവിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. എന്നാലേ സുവിശേഷത്തെ പിടിക്കാൻ പറ്റൂ. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിനെന്ന് 2 തെസ്സലോനി 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലുണ്ട്. മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ എന്ത് മുറുകെ പിടിക്കാനാ? ഞങ്ങൾ വാക്കിനാൽ തന്നത്, ലേഖനത്താൽ തന്നത്, വാക്കിനാൽ തന്ന പ്രവൃത്തി പുസ്തകം 1 മുതൽ 28 വരെയുള്ള അധ്യായവും, ലേഖനങ്ങൾ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, ഇനി വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായം കൂടി നമ്മൾ ചേർത്ത് വെച്ച് പഠിച്ചാൽ ആ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണങ്ങൾ, ഉപദേശങ്ങൾ, വ്യവസ്ഥകൾ, പുതിയ നിയമസഭയുടെ പ്രമാണം, ഉപദേശം, അത് നമ്മൾ പഠിച്ചനുസരിച്ച് അത് മുറുകെ പിടിച്ച് ജീവിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റും? തെറ്റിപ്പോകും. സാത്താൻ നമ്മെ അടിമയാക്കി കൊണ്ടുപോകും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും. അപ്പൊ ആത്മാവും ജീവനുമാകുന്ന വചനത്തെ നമ്മൾ പഠിച്ചനുസരിച്ച് ജീവിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഈ ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ആത്മീക ജീവൻ വ്യാപരിക്കും. കാരണം ആത്മാവും ജീവനും എന്നല്ലേ കർത്താവ് പറഞ്ഞേ. സഹോദരി, നിങ്ങൾ കുറച്ച് നാൾ വേദപുസ്തകം വായിച്ച് പഠിച്ച് കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ച് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വലിയ സന്തോഷം ഉണ്ടാവും, വലിയ പ്രത്യാശ ഉണ്ടാവും, വലിയ സമാധാനം ഉണ്ടാവും. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ, 3-4 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. സോളമൻ പറയുന്നത് എന്താന്ന് നോക്കാം വചനത്തെ കുറിച്ച്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. എടുത്തില്ലേ ആരും? സദൃശവാക്യം 3-ാം അധ്യായം. വചനം വായിക്കുന്നതിൽ നിങ്ങളൊക്കെ വളരെ പുറകിലാണെന്നുള്ളൊരു സങ്കടം ഞാനിപ്പോൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അത് 3-ന്റെ 20, സ്തോത്രം സ്തോത്രം, 4-ന്റെ 20 മുതൽ 1, 2, 3, 4 അധ്യായങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചോളത്. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, ചെവി ചായിക്ക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. അപ്പൊ വചനം എവിടെ സൂക്ഷിക്കണം? ഹൃദയത്തിൽ എന്തൊക്കെയാണ് ഇരിക്കണമെന്ന് ആരെയുണ്ട്? ഈ മൊബൈലിൽ നിന്ന് മാന്തി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സ്വരൂപിച്ച് വെച്ചിരിക്കുകയല്ലേ ഇന്നത്തെ യൂത്ത്സ് കൂടുതൽ, അല്ലേ സഹോദര? മൊബൈലിൽ നിന്ന് മാന്തി കിട്ടുന്ന മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക. അതൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വായിക്കാം. അടുത്ത വാക്യം. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യം. ദൈവവചനം സൗഖ്യം. ദൈവവചനം പ്രത്യാശ കൊണ്ടുവരുന്നു. ദൈവവചനം നമുക്ക് ആത്മീകമായി സന്തോഷം തരുന്നു. ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെന്റെ ഹൃദയത്തിൽ ആനന്ദമായി സന്തോഷമായി. ഇരമേ പറയുക. ബന്ധുക്കോസുകാർക്ക് എന്തായാലും കിട്ടാത്തത്? ഞാൻ എപ്പോഴും ചിന്തിക്കും, ബന്ധുക്കോസുകാർക്ക് എന്താ കിട്ടാതെ? ആസ്പത്രി വലന്ന് കിടന്നോട് തോത്രം പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ വീട്ടിന്റെ വചന ഭവനത്തിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് ഈ വചനം വായിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് സ്തോത്രം പറഞ്ഞ് വചനത്തിൽ സന്തോഷിക്ക്. രോഗശക്തികൾ നമ്മളെ വിട്ടുപോകും. രോഗാത്മാവ് നമ്മളെ വിട്ടുപോകും. ഈ വചനത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം അപ്പൊ ദൈവമാകുന്ന വചനം നമ്മുടെ ഉള്ളിൽ കയറി ഇരുന്ന പിന്നെ ഏത് സാത്താന ഉള്ളിൽ കയറി ഇരിക്കും? എനിക്ക് മനസ്സിലാകുന്നു.
പണ്ടൊരു പാസ്റ്റർ സാത്താൻ ഇറക്കാൻ പോയി. കൊടിയ സാത്താനാന്നവൻ ഇറക്കാൻ പോയി. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോ പിശാചിന്. അത് പറഞ്ഞ് ഞാൻ പോകത്തില്ല. അവസാനം ഈ പുള്ളി പറഞ്ഞത് കേൾക്കണോ, നീ ചിരിക്കരുത്, എന്നാൽ നീ അവിടെ ഇരുന്നോ, ഞാനങ്ങ് പോയേക്കാന്ന് പറഞ്ഞ് വേഗം കൊടുത്തിട്ട് പുള്ളി സ്ഥലം വിട്ടു. എന്താ കാര്യം? വചനമുള്ളിലില്ല. പ്രാർത്ഥിക്കുന്ന ഒരു പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം വചനം ധ്യാനിക്കുന്നവനല്ല. ഈ വചനം ഹൃദയത്തിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചിട്ടില്ലായിരുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കണ്ട. അത് നിങ്ങൾ വായിച്ച് പരിചയമുള്ളവർ അത് മനസ്സിലാക്കും, അല്ലാത്തവർ വായിച്ച് ഗ്രഹിച്ചുകൊള്ളുക വീട്ടിൽ പോയി. യേശുവിനെ പരീക്ഷിക്കുന്ന സാത്താന്റെ 3 പരീക്ഷാഘട്ടങ്ങൾ. അതെന്തൊക്കെയാ 3 പരീക്ഷാഘട്ടങ്ങൾ? 1, കല്ലപ്പമായി തീരാൻ പറഞ്ഞു. 2, വീണനെ അല്ല, രണ്ടാമത്തെ വേറെയാണ്. അല്ലല്ല, രണ്ടാമത്തത് ദേവാലയത്തിൽ ചാടാൻ പറഞ്ഞു, ജമ്പ് ചെയ്യാൻ പറഞ്ഞു. 3-ാമത്തതാണ് വീട് നമസ്കരിക്കാൻ. ഞാൻ എപ്പോഴും ചിന്തിക്കാറില്ല, ഞാനൊരു മെസ്സേജ് പോലും അതിനെക്കുറിച്ച് ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ കിട്ടുമോ. നമ്മളെ വല്ലവരൊക്കെ ആയിരുന്നില്ല, എന്തായിരുന്നു അവിടെ നടന്നു? നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? ഒരു വലിയ അപ്പ കമ്പനി അവിടെ ഉണ്ടാക്കി. വീട് നമസ്കരിച്ച കല്ലുകൂടി അപ്പമല്ലേ? പലസ്തീൻ നാട്ടിൽ ഇഷ്ടംപോലെ കല്ലുണ്ട്. പലസ്തീൻ നാട്ടിലെ അതിൻ്റെ ഒരു ഭൂപ്രദേശമാണ് സൗദി അറേബ്യ. അവിടേക്കാളും പോയിട്ടുണ്ട്, അതുകൊണ്ട് പറയാം. മരുഭൂമി ഇവിടെ കല്ലുകൊണ്ട് നിറഞ്ഞു കിടക്കുക. ആ കല്ലെല്ലാം കൂടെ നിറച്ചു കഴിഞ്ഞാൽ ഒരു 10,000 കണ്ടെയ്നർ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം കൂടി ഉണ്ടാക്കി അവിടെ അപ്പ കമ്പനി നടത്തി തിന്ന് അതിൻ്റെ കാശ് വെച്ച് സുഖിച്ച് നരകത്തിന് പോയത് നമ്മളൊക്കെ. ചാടാൻ പറഞ്ഞ എടുത്ത് ചാടി കയ്യും കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി കിടന്നു. സ്വോത്രം പറഞ്ഞിട്ട് സ്വോത്രം. വീട് നമസ്കരിക്കാൻ പറയുന്നതിന് മുമ്പ് വീട് നമസ്കരിച്ചു. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആ ഉദ്ദേശം മനസ്സിലാക്കണം. യേശു ദൈവവചനം പഠിച്ചും ധ്യാനിച്ചും അവൻ്റെ ഹൃദയം മുഴുവൻ, കർത്താവിൻ്റെ ഹൃദയം മുഴുവൻ വചനം നിറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഓരോ പരീക്ഷാഘട്ടങ്ങളും സാത്താൻ പറയുമ്പോൾ യേശു എന്താ പറയുന്നത്? ആദ്യത്തെ എന്തായിരുന്നു? കല്ലപ്പമായി തരാൻ. ഉടനെ കർത്താവ് പറഞ്ഞു, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പുള്ളി പിന്നെ പോയി. അത് പിന്നെയും തിരിച്ചു വന്നിട്ട് പറയുക, ചാടാൻ പറഞ്ഞു. ചാടിയാൽ ദൂതന്മാർ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്ന് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു. അതാണ് തിരുവഴുത്ത്. യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ തിരുവഴുത്തുണ്ടായിരുന്നു. ഇന്നത്തെ പെന്തോക്കോസാരെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ ഉള്ളത്? വീട് നമസ്കരിക്കാൻ പറഞ്ഞു. അവിടെയാണ് ഒരു വിശദീകരണം സാത്താൻ കൊടുക്കുന്നത്. ഇതെങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, എനിക്കിഷ്ടമുള്ളവന് ഞാനത് കൊടുക്കും. നീ എന്നെ വീട് നമസ്കരിച്ചാൽ നിനക്കും തരാം. ഇന്ന് പലരും വീട് നമസ്കരിച്ച് വാങ്ങിക്കൂട്ടി ആത്മീക ദാരിദ്ര്യത്തിലും ആത്മീക നഗ്നതയിലും ആത്മീക കുരുടിന്റെ അവസ്ഥയിലും കിടന്ന് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യത്തിൽ കിടക്കുക സഭ. നിനക്ക് തരാം. നമസ്കരിക്കുന്നവർക്ക് കൊടുക്കുമെന്ന് അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു. ഇത് വിചാരണ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാശ് കിട്ടും. ദൈവവചന വ്യവസ്ഥ വിട്ട് പ്രസംഗിച്ചാൽ ഇഷ്ടംപോലെ കാശ് കിട്ടും. ഞങ്ങളുടെ ഫോട്ടോ കൊച്ചിയിലൊരു സഹോദരനുണ്ട്. ഞാൻ മുക്കുവനായിരുന്നു, ദരിദ്രനായിരുന്നു, ഇന്ന് എന്നെ കൂടി ഈശ്വരനാക്കി. പേരും നാളും സഭയെന്ന് ഞാൻ പറയുന്നു. വേണ്ട. പരസ്യമായിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ നമുക്ക് പാടില്ല. ഒരുപക്ഷെ അയാൾ ഇത് കേട്ട് മാനസാന്തരപ്പെട്ട് വരണമെങ്കിൽ വരട്ടെ. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന നമുക്ക് ഭൗതികമായി ചില നന്മകൾ തന്ന് നമ്മളെ അനുഗ്രഹിച്ച് ഒരു കോടീശ്വരനാക്കി അല്ലെങ്കിൽ ഒരു വലിയ ധനവാനാക്കി തീർക്കാനല്ല കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. പൊക്കം കുറഞ്ഞ സക്കായിയുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ വചനം, അവസാനത്തൊരു വചനം ഇതിങ്ങനെയാണ്: കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. സ്വർഗരാജ്യത്തിൽ നമ്മൾ കാണാതെ പോയി. റേഷൻ കാർഡിലും തിരിച്ചറിയൽ കാർഡിലും പിന്നെ ഇൻഷുറൻസിലും ആധാറിലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടിരിക്കുക പലരുടെയും. സ്വർഗരാജ്യത്തിൽ പേരില്ലെന്ന് ഓർത്തോണം. ഇന്ന് പൽക്കാലം എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പേര് ഈ ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ
അമേരിക്കൻ പൗരത്വം പാടിച്ച് ആ പൗരത്വത്തിന്റെ റെക്കോർഡിൽ നിന്റെ പേര് എഴുതി ചേർത്തെന്ന് പറഞ്ഞാലും സ്വർഗരാജ്യത്തിൽ നിന്റെ പേരില്ലെങ്കിൽ നിന്നെപ്പോലെ ഹതഭാഗ്യൻ ലോകത്ത് വരില്ല. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാണ്. നമ്മുടെ കർത്താവായി ശുദ്ധ രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും കീഴ്പ്പെടുത്താൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ ആത്മീയ ശിശുക്കളാണ്. സ്വർഗത്തിൽ പേരെഴുതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ 3-4 പേര് കൊണ്ട് എനിക്ക് അവരോട് വളരെ സ്നേഹവും അനുതാപവും തോന്നുക. നിങ്ങളെ പഠന പുസ്തകങ്ങൾ വായിച്ചോ, നിങ്ങൾ ഫോണിൽ അത്യാവശ്യം കാര്യങ്ങൾ കേട്ടോ, പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഫോണൊക്കെ ഉപയോഗിച്ച് കുഴപ്പമില്ല. നിങ്ങൾ അരമണിക്കൂർ സത്യവേദ പുസ്തകം നിങ്ങൾ വായിക്കണം, നിങ്ങൾ പഠിക്കണം. ഏത് പോഷനെയും ജ്ഞാനിയാക്കി തീർക്കുന്ന വചനത്തിന്റെ വെളിപ്പാടുകളാണ് ഈ സത്യവേദ പുസ്തകത്തിലുള്ളത്. ഇത് സൗഖ്യം തരുന്ന വചനമാണ്, ഇത് വിടുതൽ തരുന്ന വചനമാണ്, ഇത് പ്രത്യാശ തരുന്ന വചനമാണ്. ഹോസ്പിറ്റലിൽ അടുത്ത പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞ് അത് നോക്കിക്കൊണ്ടിരിക്കരുത്. ഇനി ഞാൻ ഹോസ്പിറ്റലിലേക്കില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളൊന്ന് വായിച്ചു. എന്ത് സൗകര്യം ഒന്ന് വായിക്കാൻ പറ്റില്ലേ? വായിച്ചു. അല്ലെങ്കിൽ സഹോദരിക്ക് പകരം സഹോദരൻ വായിക്കുന്നത് വായിച്ചു. എന്താ കണ്ണാടി ഇല്ലേ? അതുകൊണ്ടാണ് വായിക്കാത്തത്. കണ്ണാടിയിലെ ഒരു ചെക്ക് ചെയ്തിട്ട് ഇത് കൊണ്ടോ ഞാൻ പിടിച്ചു. അപ്പൊ വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാ. അല്ലല്ലേ? അടുത്ത് യശയ്യാപ്രവചനം യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയതൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പ് വളരും. 53-ന്റെ 4-ഉം 5-ഉം വായിക്കുന്നത്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ഇപ്പൊ പറയാൻ പോവാ, പ്രവചനം പോലെ പറയാൻ പോവാ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. മതി മതി. നിങ്ങൾ കൊണ്ടു നടക്കുന്ന പുസ്തകത്തിലെ വാക്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. എന്റെ രോഗത്തെ കർത്താവ് വഹിച്ചു, എന്റെ വേദനയെ കർത്താവ് ചുമന്നു. ഞാനെന്തിനാ രോഗിയായിട്ടിരിക്കണേ? ഞാനെന്തിനാ വേദനപ്പെട്ടിരിക്കുന്നേ? അപ്പൊ ആ സൗഖ്യവും ആ വിടുതലും ക്ലെയിം ചെയ്തെടുക്കുകയാണ് ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്വാസം. അതുകൂടി പറയാം, വചനത്തിൽ എഴുതിയിരിക്കുന്ന സൗഖ്യവും വചനത്തിൽ എഴുതിയിരിക്കുന്ന വിടുതലും ദൈവത്തോട് ക്ലെയിം ചെയ്യുക. എന്താ ക്ലെയിം ചെയ്യുക? കർത്താവേ, ഞങ്ങളുടെ വചനത്തിൽ യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ രോഗത്തെയും എൻ്റെ വേദനയെയും അവിടെ നിന്ന് ചുമന്നൊഴിച്ചു. ഞാൻ ഇനി വേദനപ്പെട്ടും രോഗിയായിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് സൗഖ്യം വേണം, എനിക്ക് വിടുതൽ വേണം, എനിക്ക് ആരോഗ്യം വേണം. ബാബുസോറിന്റെ മൂത്ത മോനോട് ഞാൻ പറയുക, ഈ സ്നാനപ്പെട്ടൊരു ദൈവവേദന, ദൈവത്തോട് ചോദിക്കണം, എനിക്കൊരു ജോലി വേണം, ആ ജോലിക്ക് ആവശ്യമായ സ്വത്രം ഫൈനാൻസ് സപ്പോർട്ട് എനിക്ക് വേണം. എൻ്റെ ദൈവമേ, എനിക്കത് തന്നേ മതിയാകുമെന്ന് പറഞ്ഞ് കിടന്ന് ഇടപെട കൂടാതെ ഒന്ന് മുട്ടി നോക്കിയപ്പോ സുവിശേഷത്തിലുണ്ട്, യാചിപ്പിന് കിട്ടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും. യാചിപ്പിന് കിട്ടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും എന്നുള്ളത് ഇന്നത്തെ പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന എന്തിനാണെന്നറിയാമോ? ചക്കയ്ക്കും മാങ്ങയ്ക്കും തേങ്ങയ്ക്കും വേണ്ടി. ചക്കയ്ക്ക് വേണ്ടി യാചിക്കേണ്ട, ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട്, കൊണ്ടുപോകാനാ പള്ളികളിൽ പറഞ്ഞേക്കുന്നത്. ചക്ക ഇട്ട് വെച്ചിട്ട് ഓരോ മാസം ചക്ക എടുത്തുകൊണ്ട് വെക്കോളാം. ഓരോരുത്തരും ഓരോ കുടുംബത്തിലും ഓരോ ചക്ക. അപ്പൊ അന്വേഷിക്കണ്ട. യാചിക്കുന്നത്, അന്വേഷിക്കുന്നത് പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ജീവിതവും നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് യാചിക്കേണ്ടത്. ഇന്നത്തെ പെന്തക്കോസ്തർ എന്തിനാ യാചിക്കുന്നത്? പെന്തക്കോസ്തർ എന്തിനാ യാചിക്കുന്നത്? റോഡൻ പാസ്റ്റർ പ്രസ്ഥാനം പറയുന്നില്ല, ഒരു മീറ്റിങ്ങിൽ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. എന്നോട് ഒരു പാസ്റ്റർ, എൻ്റെ മുൻപിൽ ഒരു ഡയറി ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, കൊള്ളാം, എന്താണ്? നല്ല ഡയറിയാണ്. ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന വിശ്വാസികളുടെ പ്രാർത്ഥന ലിസ്റ്റാണ് ഇത് മുഴുവൻ എഴുതി വെച്ചത്. ഓക്കെ, എന്നിട്ടോ ഒരു വിടുതലുമില്ല. കർത്താവ് എന്താ പറഞ്ഞത്? ആദിയിൽ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ഇതൊക്കെ എന്തിനും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നും.
ഉടുക്കാനില്ല, തിന്നാനില്ല, കുടിക്കാനില്ല, ബുദ്ധിമുട്ടി ജീവിക്കുക. പക്ഷെ പലസ്തീൻ നാട്ടിലെ വിശ്വാസികൾ ഈത്തുകൾ ഒരു പ്രാവശ്യം മീൻ പിടിച്ചാൽ ഒരു 20,000 രൂപ മീൻ കിട്ടിയാൽ 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും പോയി 500 രൂപയുടെ ചോദിക്കും. അതാണ് ആൾക്കാർ. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയും. അങ്ങനെയുള്ള ആൾക്കാർ കർത്താവിൻ്റെ അടുക്കൽ കിടന്ന് ഇങ്ങനെ അലമുറയിട്ട് കരയുമ്പോൾ കർത്താവിനോട് പറയും, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ആകാശത്തിലെ പറവകളെ നോക്കുകയും അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, സർവശക്തനായ ദൈവം അവയെ പുലർത്തുന്നു. ഈ പറവജാതികളെക്കാൾ പത്രോസേ, ഈ പറവജാതികളെക്കാൾ നീ എത്ര വിശേഷതയുള്ളവനാ. നീ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട നിനക്ക് ദൈവത്തിന്റെ സാദൃശ്യം സ്വരൂപമുണ്ട്. നീ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. ആയിരക്കണക്കിന് ജീവികളുള്ളതിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നൊരു ഘടകത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവ സൃഷ്ടിയാണ് പത്രോസേ. നീ എന്തിനു കിടന്ന് കഷ്ടപ്പെടുന്നു? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് നീ എന്തിനാ വ്യാകുലപ്പെടുന്നത്? കർത്താവ് ഒരു മകനീയ സത്യം അവരോട് പറഞ്ഞു. ഇന്നത്തെ പെന്തക്കോസ്തുകാരത് മറന്നു. എന്താ കർത്താവ് പറഞ്ഞത്? പറഞ്ഞേ. അത് തന്നെ എത്ര പേര് പഠിക്കും? കിങ്ഡം അന്വേഷിക്കാൻ, ദൈവരാജ്യം അന്വേഷിക്കാൻ, ദൈവരാജ്യം അന്വേഷിക്കാൻ, ആത്മീകമായ കാര്യങ്ങൾ അന്വേഷിക്കേ, സ്വർഗത്തിൽ പോണ കാര്യത്തെ കുറിച്ച് ചിന്തിക്കേ. ഇപ്പൊ ഈ കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ ലാപ്ടോപ്പിന്റെ ഇതൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച് ഈ കുത്തോട് കുത്ത എന്റെ ദൈവമേ, കുത്തി കുത്തി അവന്റെ വിരല് മുഴുവൻ ഒരു പരുവായാലും നിർത്തത്തില്ല. പിന്നെ പോയി ഒന്ന് അല്പം ഒന്ന് റിലാക്സ് ഒക്കെ എടുത്ത് ഒരു ചായ ഒക്കെ അടിച്ചുകൊണ്ട് പിന്നെ ഈ കുത്ത് തന്നെ. എത്ര നേരം കുത്തണമെന്നറിയോ? ഒരു ദിവസം കമ്പ്യൂട്ടർ ഫീൽഡിൽ ജോലി ചെയ്ത കുട്ടികൾ എത്ര നേരം കുത്തുക? 18-19 മണിക്കൂറാണ് കുത്തുന്നത്. ഇതെല്ലാം കഴിഞ്ഞു വന്ന് വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ചിട്ട് പിന്നെ മൊബൈൽ എടുത്ത് വെച്ച് അതിമേ കിടന്ന് മാന്തരി നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞല്ലേ. മോനെ ശരിയല്ലേ? കറക്റ്റാ. എന്നാലും വേദപുസ്തകം എടുത്ത് വെച്ച് 2 താള് വായിക്കാനോ ഒരല്പം പ്രാർത്ഥിക്കാനോ ആർക്കും മനസ്സില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ആദിയിൽ ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കും. നമ്മൾ ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കുന്ന ഒരു ഭക്തന് അവന്റെ അന്നം മുട്ടുകയില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. നീതിമാന്റെ സന്തതി അപ്പം വിറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തിനാ ഈ വചനങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? ഏതെങ്കിലും നിലയിൽ ചില അബദ്ധങ്ങളിൽ നിങ്ങൾ ചാടിക്കിടക്കുകയാണെങ്കിൽ, കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇന്ന് തിരുത്തണം, ഇന്ന് തിരുത്തണം. ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. ഞാൻ കർത്താവിനെ മാത്രം നോക്കും. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യം വായിച്ചു. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെ. സ്തോത്രം, 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 സ്തോത്രം. വായിച്ചോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായലേഖനം 12. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. യേശുവിനെ നോക്കാനാണ് പൗലോസ് പറയുന്നത്. ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കരുത്. ഇത് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ പറഞ്ഞോണ്ട് ഞാൻ പറയുക. മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുക. മനുഷ്യരൊക്കെയും ബലഹീനരാണ്. അവർക്ക് വേണ്ട രീതിയിൽ ചിന്തിച്ചോ ആലോചിച്ചോ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്നാൽ ദൈവത്തിന് ബലഹീനതയില്ല. അവൻ ആദിയും അന്തവും ഇല്ലാത്തവനാണ്. അവൻ അൽഫയും ഒമേഗയുമാണ്. അവൻ സർവശക്തനാണ്. അവൻ സർവജ്ഞാനിയാണ്. അവൻ സർവവ്യാപിയാണ്. നീ കർത്താവിലേക്ക് നോക്കുമ്പോൾ നിന്റെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റി തരും. എബ്രായലേഖനം 3-ന്റെ ആദ്യ ഭാഗം വായിച്ചാൽ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ നാം സ്വീകരിച്ചു പറയുന്നു. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. നമ്മുടെ ശ്രദ്ധ കർത്താവിലായിരിക്കണം.
കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിക്കുന്നു, ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എല്ലാം അതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ശ്രദ്ധ കർത്താവിലേക്കായി. കർത്താവെ നന്നായി പഠിക്കാൻ എനിക്ക് ബുദ്ധി തരണം. കർത്താവെ നന്നായി പരീക്ഷ എഴുതാൻ എന്നെ അവിടെ സഹായിക്കണം. കർത്താവിൽ നല്ല ജോലി ലഭിക്കാൻ അവിടെ തന്നെ സഹായിക്കണം. ഈ കർത്താവിൽ നോക്കുക എന്ന് പറഞ്ഞാൽ അതതിൻ്റെ അർത്ഥം. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ഒരു ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാനല്ല ഈ പറയുന്നത്. കണ്ണുകളടച്ച് ധ്യാനിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവിനോട് ആവശ്യങ്ങൾ പറയുക, ചെറുതും വലുതുമായ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുക. യാചിക്കുന്നവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണെന്നത് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവൻ അറിയുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുറയിൽ കൂട്ടി വെക്കുന്നില്ല. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. കാക്ക എവിടെ വിതയ്ക്കുന്നു? കാക്കയ്ക്ക് വേണ്ടിയും വാവലിന് വേണ്ടി ഇതേ അച്ചാൻ ഉണ്ടാക്കിയിട്ടേ കൊടുത്തു. ഇവിടെ അപ്പൊ അത് നിന്ന് പോകും. അതിന്റെ പകുതിയാണ് നമ്മൾ തിന്നുന്നത്. അവര് നിന്ന് ബാക്കി വരുന്നതാണ് നമ്മൾ തിന്നുന്നത്. അത് ദൈവം കൊടുക്കുന്നതാണ്. രാവിലെ ഞാൻ നടക്കാൻ പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ ഇല്ല, അപ്പൊ നിർത്തി. ഇപ്പൊ ചെറിയ തോതിലുള്ള വ്യായാമമുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് പാർക്കിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചിട്ട്, ഞാൻ പ്രായമുള്ള ഒരു അച്ചായനുണ്ട്, എല്ലാവരും അച്ചാച്ചാന്ന് വിളിക്കും. സമച്ച ഈ നല്ലൊരു പേരമരമായി ഈ പാർക്കിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്, എന്തോരം പേരൊക്കെ കായ്ക്കുന്നു. ഒരെണ്ണം നമുക്ക് കിട്ടത്തില്ല. എല്ലാം ഈ കാക്കകളും വാവുകളും നമ്മൾ തിന്നു. അപ്പൊ ഞാൻ ഒത്തിരി ആളെ വിചാരിക്കും ഇദ്ദേഹത്തിനോട്ട് ഒരെണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കും. ഒരു അടിയെന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ട്. ഞാൻ പറഞ്ഞു, സ്വത്രം, കാക്കകളെയും പറവകളെയും ഒക്കെ പുലർത്തുന്നത് ദൈവമായ സഹോദര. ആകാശത്തിലെ പറവകളെ, പക്ഷികളെ, അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവർ വല്ലയിടത്തും ഉണ്ടാക്കുന്നുണ്ടോ? വല്ലയിടത്തുമൊക്കെ വല്ലവരും ഉണ്ടാക്കി വെക്കുന്നത് കൊത്തിപ്പറക്കി തിന്നുകയും വൃക്ഷങ്ങളിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ഒക്കെ കൊത്തിപ്പറക്കി തിന്നുകയും അത് ദൈവം അവർക്ക് വെച്ചിരിക്കുക. അവർ തിന്നു കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ദൈവം ഞാൻ തിന്നാൻ കേട്ടത്. പുള്ളി വല്ലാതെ വിഷമിക്കുകയല്ല, പുള്ളിക്ക് സന്തോഷമായി. ആരും ഇല്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ. അപ്പോ കാക്കകൾക്കും പറവകൾക്കും ഇതര മൃഗങ്ങൾക്കും ദൈവമാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഈ സിംഹമൊക്കെ മാനിനെ ഓടിച്ചിട്ട് പിടിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അത് സങ്കടമാണ് ആ മാനിന്. അതിൻ്റെ ഇരയാണ് അത് പിടിക്കുന്നത്. അതിന് വിശന്നിട്ടാണ് പിടിച്ച് ഭക്ഷിക്കുന്നത്. അങ്ങനെ ദൈവം കൊടുക്കുന്നുവെങ്കിൽ ഈ പറവജാതികളെക്കാൾ എത്ര വിശേഷമുള്ളവരാണ് പത്രോസേ, യോഹന്നാനെ, യാക്കോബേ, അന്ത്രയോസേ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളും അത് മനസ്സിലാക്കണം. ഏലിയാവ് രാജാവിന്റെ മുൻപാകെ കൽപ്പന പറഞ്ഞു. എന്താണ് കൽപ്പന കൊടുത്തത്? പറഞ്ഞേ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും വരെ ഉണ്ടാകും. ഇത്രയും പറഞ്ഞിട്ട് പുള്ളി നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കണ്ട വഴി ഓടി. രാജാവാ, പിടിച്ച് തലപെട്ടും. പറഞ്ഞു, നീ പോയി ആ കെരുത്തിത്തോട്ടിന്റെ ഒളിച്ചിരിക്കാൻ പറ്റും. എന്നിട്ടോ 3 നേരം നിനക്ക് കാക്ക ഭക്ഷണം തരും. ആ തോട്, കണ്ണുനീര് പോലെ ഒഴുകുന്ന തോട്, അവിടെ നിന്ന് നീ കുടിക്കണം, ഈ ഭക്ഷണം കഴിക്കണം. സന്തോഷം. മഴ ഇല്ലെന്ന്, പെയ്യരുതെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ട് ദൈവം മഴയടച്ചപ്പോൾ കെരീത് തോട് വറ്റിപ്പോയി. പുള്ളി നോക്കുമ്പോൾ അപ്പം കൊണ്ടുവന്ന തിന്നാൻ വെള്ളം ഇവിടെ കുടിക്കാം. ചാപ്പാട് കിട്ടിയില്ലെങ്കിൽ പോലും വെള്ളം കുടിച്ച് മാസങ്ങളോളം കിടക്കാൻ നമുക്ക്. എവിടെ വെള്ളം? ഉടനെ അടുത്ത കർത്താവിന്റെ കൽപ്പന, ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് സരാഫാത്തിലെ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. ആ പദമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളു കയറി ഞെട്ടിപ്പോ. കൽപ്പിച്ചിരിക്കുക. കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു, വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. വിധവയുടെ അവസ്ഥ എന്താ എന്നറിയാമോ എന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞ സമയമില്ല. ഇച്ചിരി മാവ് ഇച്ചിരി എണ്ണയും കിടപ്പുണ്ട്, അതുണ്ടാക്കി തിന്ന് അവര് ചാകാൻ കിടക്കുന്ന സമയത്താണ് പ്രവാചകൻ അവിടെ ചെന്ന് ചോദിച്ചില്ല. അപ്പൊ പറഞ്ഞു, കാര്യമൊക്കെ ശരി, എല്ലാം എനിക്ക് മനസ്സിലായി. ആദ്യം ആ അട എനിക്കുണ്ടാക്കി. ആ പ്രവാചകൻ ദൈവദൂതന് തുല്യമായിട്ടാണ് അത് ദൂത് പറഞ്ഞത്. ആ സഹോദരി അത് അനുസരിച്ചുകൊണ്ട് വേദപുസ്തകത്തിന്റെ ആ പിന്നീടുള്ള സംഭവത്തെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അവളും അവളുടെ സ്വന്തക്കാരും ബന്ധക്കാരും ആ ക്ഷാമകാലം തീരുന്നതുവരെ ആ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും വറ്റിപ്പോയില്ല. എന്താ വറ്റിപ്പോകാതിരിക്കാനുള്ള കാരണം എന്താ? ഒറ്റ വാക്കിൽ ആരെങ്കിലും പറഞ്ഞു, ദൈവം കൽപ്പിച്ചിരിക്കുന്നു അവളോട് ഇവനെ പുലർത്താൻ ദൈവം കൽപ്പിച്ചെങ്കിൽ അതിന്റെ എണ്ണ തീരാൻ പാടില്ല, ആ മാവ് തീരാൻ പാടില്ല. ദൈവത്തിന്റെ കമാൻഡിങ് ആണ്.
സഹോദര, ദൈവം കൽപ്പിച്ചാൽ നിനക്ക് ജോലി കിട്ടും. ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ സൗഖ്യം ഏറ്റെടുക്കാം. ഞാൻ ജോലി ചെയ്ത സ്ഥാനങ്ങളിലൊക്കെ ഒത്തിരി പേര് എനിക്ക് ജോലിക്കെതിരെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിട്ട് അവിടം വഴി ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ പ്രാർത്ഥനയോടെ അതിനെല്ലാം സന്തോഷത്തോടെ സഹിച്ച് മുൻപോട്ട് പോയപ്പോൾ എനിക്ക് വേണ്ടി പാര വെച്ചവരും എനിക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരൊക്കെ കണ്ടം വഴി ഓടി അവിടെ ചെന്നറിയാം, നാട്ടിൽ ചെന്നറിയാം. ദൈവം എക്സിറ്റ് അടിച്ചവനെയൊക്കെ നാട്ടിൽ കയറ്റിപ്പോയി. മനസ്സിലായോ? എത്ര സംഭവങ്ങൾ പറയാൻ കഴിയും. ഞാനും നീയും പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ കർത്താവിന്റെ കരം നമുക്ക് അനുകൂലമായിരിക്കുമെന്ന് നമ്മൾ നന്നായിട്ട് ഓർക്കണം. വായിച്ച ഭാഗത്തേക്ക് ഞാൻ പറയുക, പെട്ടെന്ന് വരാം. ഇനി സ്വന്തം ആ വിഷയത്തിൽ കുറച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ, ഈ സുവിശേഷം നമ്മൾ മുറുകെ പിടിക്കണം. ഈ കർത്താവിന്റെ മഹത്തരമായ സുവിശേഷം നമ്മളെ മുറുകെ പിടിച്ചുകൊള്ളണം. തിമോഥെയോസിന്റെ ലേഖനം എടുത്തു പറയാൻ സമയമില്ല. തിമോഥെയോസിന്റെ ലേഖനം പറയുമ്പോൾ എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം. ജിനി സഹോദരി, കർത്താവിനെ മുറുകെ പിടിക്ക്. സഹോദരങ്ങളെ, കർത്താവിനെ മുറുകെ പിടിക്ക്. നിന്റെ ജീവിതത്തിന്റെ ഏത് വേളയിലും നിന്നെ സഹായിക്കുവാൻ, നിന്നെ ശക്തീകരിക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ കർത്താവിന് ശക്തിയുണ്ട്. ഈ ലോകത്തിന്റെ സകല ഭരണത്തെ നിയന്ത്രിക്കുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. ഈ ലോകത്തെ ന്യായം വിധിക്കുന്നത് കർത്താവാണ്. ഈ ലോകത്തിലെ വലിയ മഹാരഥന്മാരെ ന്യായം വിധിക്കുവാൻ പിതാവ് പുത്രനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവിന് ശക്തിയുണ്ട്. നിന്റെ ചെറുതുമലുതായ ആവശ്യങ്ങളിൽ കർത്താവ് നൽകിത്തരാൻ കർത്താവ് ശക്തിയുള്ളവനാണ്. അവൻ മനസ്സരിയുള്ളവനാണ്. അവൻ കരുണയുള്ളവനാണ്. പക്ഷെ ആദിയിലവന്റെ രാജ്യം നീതി അന്വേഷിക്കും. ആദിയിലവന്റെ രാജ്യം നീതി അന്വേഷിക്കും. ദൈവരാജ്യം അന്വേഷിക്കണം. ദൈവനീതി അന്വേഷിക്കണം. കർത്താവിനെ കുറിച്ച് അന്വേഷിക്കണം. കർത്താവ് പറഞ്ഞ വചനങ്ങൾ ഓരോന്നും വിശ്വസിക്കണം. അതനുസരിച്ച് ജീവിച്ച് കർത്താവിന്റെ കൽപ്പന പ്രകാരം ഞാനും നീയും നമ്മുടെ കുടുംബവും കുഞ്ഞുകുട്ടികളെല്ലാം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള നന്മകൾ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് ദൈവം നമുക്ക് നൽകി തരാനിടയായിരിക്കും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ഹോവടകൾ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. അടുത്ത വാക്യം എന്താണെന്നറിയാമോ ആർക്കെങ്കിലും? എന്നെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളൊക്കെ. നമുക്ക് ദൈവത്തിൽ നിന്നൊന്നും കിട്ടാതെ പോകുന്നത് ദൈവ വ്യവസ്ഥ പ്രകാരമല്ല, നമ്മൾ പോകുന്നത് കൊണ്ടാണ്. ദൈവവചന വ്യവസ്ഥ പ്രകാരം പോയാൽ കഷ്ടങ്ങളും ഭാരങ്ങളും വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. അതിന്റെ നടുവിലും സന്തോഷത്തോടെ പുലർത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഫെയ്ത്ത്, വിശ്വാസം. ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളോടും പറയുക. നമുക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരാൻ പ്രാർത്ഥിച്ചെല്ലാവരും. കർത്താവിന്റെ ശിഷ്യന്മാര് പ്രാർത്ഥിച്ചോ? എന്തു പറഞ്ഞു? ഇവിടെ വിശ്വാസം. നമ്മൾ പിന്നെ എന്താ പ്രാർത്ഥിക്കാറ്? നമുക്ക് കിട്ടുന്ന വരുമാനം വർദ്ധിപ്പിച്ചു തരാനല്ലേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതാ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ ഒരു വിശ്വാസം വർദ്ധിപ്പിച്ചതാണ്. അവിശ്വാസമുള്ള ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ് എന്ന് പറഞ്ഞു എബ്രായത്തിലുണ്ട്. സംഭവമൊക്കെ അറിയാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ബിന്ദു സഹോദരി, എന്റെ മുഖത്തേക്ക് നോക്കി. കർത്താവ് സൗഖ്യം തരില്ല, കർത്താവിന് സൗഖ്യം കിട്ടാനൊന്നും സാധ്യതയില്ലെന്ന് നിങ്ങൾ അവിശ്വസിച്ചാൽ നിങ്ങളുടെ ഹൃദയം ദുഷ്ടഹൃദയമായി. അതേസമയത്ത് കർത്താവിന് എന്നെ സൗഖ്യമാക്കാൻ കഴിയും. എൻ്റെ കുറവുകളെ, എൻ്റെ കുറ്റങ്ങളെ, എൻ്റെ ബലഹീനതകളെ, എൻ്റെ പോരായ്മകളെ കർത്താവെ ഞാൻ അറിയുന്നു. അതെല്ലാം എന്നോട് ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിച്ച് എന്നെ സൗഖ്യമാക്കുവാൻ അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ അവരെ വചനമയച്ച് സൗഖ്യമാക്കിയെന്ന് വചനത്തിലൂടെ പറയുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറയിലേക്ക് പ്രവേശിച്ച് നിങ്ങളുടെ പുറത്തെ മനുഷ്യരിൽ ഹീലിംഗ് നടക്കുവാൻ ഇടയായി തീരും. പൗലോസ് തെസ്സലോനിക്കയോട് ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്: ഞങ്ങൾ പ്രസംഗിച്ച വചനം ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വായിച്ചു കൊടുത്ത് സഹോദരാ.
കിട്ടുന്നൊരു പെട്ടെന്ന് വായിച്ച് തെസ്സലോനിക്ക ലേഖനത്തിലെ ഒരു വാക്യമാണ്. ഇല്ലെങ്കിൽ ഞാൻ എടുത്തു തരാം. ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 2:13 വാക്യം. ആരെങ്കിലും ഒന്ന് ഉറച്ച് വായിച്ചേ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു? എന്താ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമാകുന്ന വചനം നിങ്ങളിൽ വ്യാപരിക്കുകയാണ്. നിങ്ങൾക്ക് സൗഖ്യമാവേണ്ടതെങ്കിൽ അത് സൗഖ്യമായി വ്യാപരിക്കുന്നു. നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കണമെങ്കിൽ പ്രത്യാശയായി വ്യാപരിക്കുന്നു. നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ സമാധാനമായിട്ട് ആ വചനം നിങ്ങളിൽ വ്യാപരിക്കുന്നു. ഏത് അനുഭവമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കർത്താവിനറിയാം. ഈ വചനം നിങ്ങൾ വിശ്വസിച്ചാൽ അത് സൗഖ്യമായിട്ടും അത് സമാധാനമായിട്ടും അത് സന്തോഷമായിട്ടും അത് പ്രത്യാശയായിട്ടും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വിടുതലായിട്ടും വ്യാപരിക്കുന്നു. നമുക്ക് ഈ വചനത്തിന്റെ മഹത്വം അറിയത്തില്ല പ്രിയമുള്ളവരെ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അപ്പോസ്തലന്മാർ പറയുന്ന വചനം മുഴുവൻ കർത്താവിന്റെ വചനമാണ്. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നെ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഇവരുടെ വചനം, ആദിമ അപ്പോസ്തലന്മാർ നമുക്ക് തന്നിരിക്കുന്ന വചനം, അത് കർത്താവിന്റെ വചനമാണ്, അത് പിതാവിന്റെ വചനമാണ്. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. പ്രിയമുള്ളവരെ, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാകാതെ പോകരുത്. ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാം. ഈ പണ്ടൊക്കെ നമുക്ക് സി ഡി കാണാൻ വേണ്ടി അതിനുള്ള സാധനത്തിന് എൻ്റെ പേര് പറയണം. സി ഡി കാണുന്ന വട്ടത്തിലുള്ള സി ഡി കാണുന്നതിന് DVD പ്ലെയർ. ഈ DVD പ്ലെയറിൽ സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. വെറും DVD ഇട്ട് കഴിഞ്ഞാൽ പിക്ചർ ഇല്ലാത്ത DVD കാണാൻ അതിനൊരു സിസ്റ്റം ഉണ്ട്. പിക്ചറുള്ള DVD കാണുമ്പോൾ അതിനൊരു സിസ്റ്റം, അല്ലേ? അപ്പോൾ അവ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രാർത്ഥനകൾ മാറ്റണം, നമ്മുടെ ജീവിത രീതികൾ മാറണം, നമ്മുടെ കർത്താവിൽ ആശ്രയം മാറണം. കർത്താവിൽ നിന്ന് വിശ്വാസത്താൽ പ്രാപിക്കാനുള്ള ഒരു വിശ്വാസം തരണമെന്ന് പ്രാർത്ഥിക്കണം. വിശ്വാസം ഇല്ലാത്തവർ എന്താ ചെയ്യുക? എന്ത് ചെയ്യും? പ്രാർത്ഥിക്കണം വിശ്വാസത്തിന് വേണ്ടി. ഈ മീൻ പിടിച്ചു കിടന്ന മുക്കുവന്മാര് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. ഓ, അവരൊക്കെ വിശ്വാസ വീരന്മാരായില്ലേ? പഴയ നിയമത്തിലെ കുറെ ഭക്തന്മാരെ കുറിച്ച് പഠിക്കുന്നു. എബ്രായലേഖനം 11-ാം അധ്യായം. വിശ്വാസ വീരന്മാരുടെ പട്ടിക. അവരെല്ലാം കർത്താവിൽ വിശ്വസിച്ചവരാ. അതിൽ ഏറ്റവും വലിയ വിശ്വാസ വീരനായിരുന്നു ആര്? അബ്രഹാം. വായിക്കാം, റോമർ 4:17 മുതൽ വായിച്ചു. ഇതൊക്കെ നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക. കേൾക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ദൈവാത്മാവ് നമുക്കൊന്നുകൂടി ഓർപ്പിച്ചു തരിക. വായിക്കാം, റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 17 വാക്യം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്ത് താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അപ്പോ അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? മരിച്ചവരെ ജീവിപ്പിച്ചു, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഭൂമി പാടും ശൂന്യമായിരുന്നപ്പോൾ ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ദൈവമുണ്ടെന്ന് അബ്രഹാം വിശ്വസിച്ചു. എനിക്ക് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ചെറിയ ആവശ്യം വന്നാൽ പോലും ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ പറ്റാത്ത ഒരു വിശ്വാസിയായിരിക്കുന്ന നിങ്ങളെ എങ്ങനെ വിശ്വാസി എന്ന് വിളിക്കും ഞാൻ? കുറ്റപ്പെടുത്തുക തന്നെയാണെന്ന് ചോദിച്ചാൽ കുറ്റപ്പെടുത്തുക തന്നെയാണ്. അവസ്ഥ മാറണം, വിശ്വാസത്താൽ പ്രാപിക്കണം. വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രഹാമിനെ ചുമ്മയല്ല നമ്മളൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നേ.
മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന്. അതുകൊണ്ടാണ് എനിക്ക് ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ മോറിയാമലയിൽ ഭാര്യയോട് പോലും ചോദിക്കാതെ കൊണ്ടുപോയി. ഭാര്യയോട് ചോദിച്ചെങ്കിൽ സർവത്ര നാശമായത്. ദൈവകൽപ്പന അനുസരിക്കാൻ പറ്റത്തില്ല. ഭാര്യ പറയും ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചേരും. 10-20 വയസ്സാം കാലത്ത് ഉണ്ടായ ഒരു കുഞ്ഞിനെ നിൽക്ക് തരാൻ, അതങ്ങ് മനസ്സിരിക്കട്ടെ. അബ്രഹാം ദൈവത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അവന് വിശ്വാസികളുടെ പിതാവായിട്ട് ദൈവം അവനെ മുന്നമേ കണ്ട് ഞാനും നിങ്ങളുമൊക്കെ അവനെ പ്രസംഗിച്ച് അവൻ്റെ വിശ്വാസത്തെയും അവൻ്റെ ആത്മീയ അനുഭവങ്ങളെയും നമ്മളത് ഒപ്പിയെടുക്കണമെങ്കിൽ ആ ഭാര്യയുടെ വാക്ക് കേട്ട് അവിടെ ഇരുന്നാൽ നടക്കത്തില്ല. അതുകൊണ്ട് ഭാര്യയോട് പോലും പറയാതെ മോറിയാ ദേശത്ത് കൊണ്ടുപോയി ഞാൻ ബാക്കിയുള്ള ചുരുക്കി ഞാൻ പറയുക, കൈകാലുകളെല്ലാം കെട്ടി കത്തിയെടുത്ത് വെട്ടാൻ നേരത്ത് ദൈവം ഒരു അശുര രീതിയിൽ അവനോട് ഇടപെടുന്നു. അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അതിന് പലരും പല രീതിയിൽ പ്രസംഗിക്കാറുണ്ട്. ചിലതൊക്കെ ഇച്ചിരി സന്തോഷം നൽകുന്നതാണ്. ദൈവം പോലും പേടിച്ചു പോയി. ഒരു അലങ്കാര പദപ്രയോഗമാണ്. അല്ല വേറെ രീതിയിലും നമ്മൾ ചിന്തിക്കണ്ട. അവനോട് പറഞ്ഞാൽ അവൻ ചെയ്യും എന്നുള്ളതറിയാം. നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ലെന്നറിയാം. രണ്ടു പ്രാവശ്യം അവന്റെ ആ വിശ്വാസത്തിന്റെ തീവ്രത അത്ര വലുതായിരുന്നു. 11:8 വായിച്ചേ. ഫെബ്രുവരി 11:8. ആ ഭാഗങ്ങളൊക്കെ എനിക്ക് കാണാപ്പാടാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 11:8 വായിച്ചേ. എവിടെയെന്ന് വായിക്കും. ഇത്രയും സമയം എടുക്കണോ? അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാതെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. എന്ത് മനസ്സിലായി? മതി അവിടെ ഇരിക്കട്ടെ. ആ 8 വാക്യം മാത്രം മതി. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. സ്ഥലം പറഞ്ഞില്ല. അപ്പോ പുള്ളി എന്താ ചെയ്ത്? എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അപ്പൊ ഞാൻ വിളിച്ചു നോക്കിയ, ഹലോ അബ്രഹാം, എന്താ പാസ്റ്ററെ, എങ്ങോട്ടാ ഈ പോക്ക്? അറിയില്ല. പുള്ളി പറയുക അറിയില്ല. മോഡിൽ നിന്ന് ഓർഡർ കിട്ടി പോയിക്കൊണ്ടിരിക്കുക. ആര് ചെയ്യും? ഇറങ്ങി ആര് ചെയ്യുമോ? നമ്മളൊക്കെ ചെയ്യുമോ? ഒരു ദൈവശബ്ദം കേട്ടാൽ, ഒരു ദൈവവചനം കേട്ടാൽ, ഒരു ഉപദേശത്തിലൂടെ ഏതെങ്കിലും സത്യങ്ങൾ നമ്മളോട് ദൈവം പറഞ്ഞാൽ അത് അനുസരിക്കുമോ നമ്മള്? അബ്രഹാമിന്റെ വീട്ടിലെ ദാസീദാസന്മാരെ പോലെ ദാസീദാസന്മാരുള്ള എത്ര പെന്തക്കോസ് പാസ്റ്റർമാരുണ്ട് ഇവിടെ? ഒരു വേലക്കാരെ നിർത്തി കാശ് കൊടുക്കാൻ പറ്റാത്തവരാണ് നമ്മൾ. ബാക്കി പിന്നെ അവരെ മറ്റുള്ളവർക്ക് എങ്ങനെ കാശ് കൊടുക്കുന്നത്? അവരെ പോറ്റിപ്പുറത്തുന്നത്. ഉൽപ്പത്തി 13:1-2-3 പെട്ടെന്ന് വായിച്ചേ. ഉൽപ്പത്തി 13:1-2-3 വായിക്കും. പെട്ടെന്ന് വായിച്ചേ. എവിടെയെന്ന് വായിച്ച സമയം പോയി. എന്നിട്ട് വായിച്ചേ. അത് വായുധത്തിലൂടെ ഒന്ന് വായിച്ചേ. ഈ മൈക്കിലൂടെ പറയാനുള്ളത്, അതുകൊണ്ടായി ഇത് വായിക്കാൻ പറയണേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇങ്ങനെ അബ്രഹാം വന്നു. ബഹുസമ്പന്നനായിരുന്നു. കന്നുകാലി, വെള്ളി, പൊന്ന്. ഇപ്പൊ പൊന്നെന്നൊക്കെ പറഞ്ഞാൽ ഒരു വീടുകളിലൊക്കെ ഉണ്ട് 200 പവനും 300 പവനും ഒക്കെ ഉണ്ട്. പുള്ളിയുടെ വീട്ടിലുള്ളത് അതൊന്നുമല്ല. ഭയങ്കര സമ്പത്തായിരുന്നു. എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു വിഷയം ഇതാണ്. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നെങ്കിലും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ വാഗ്ദത്തദേശത്ത് വിശ്വാസത്താൽ അവൻ വാഗ്ദത്തദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയെ നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പൊ ഇത്രയും വലിയ സമ്പന്നൻ തന്റെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാണ് പറഞ്ഞേ? ദൈവം ശില്പിയായി പറ്റില്ല പോയി. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. പ്രിയമുള്ളവരെ, വെള്ളി, പൊന്ന്, മൃഗസമ്പത്തിൽ എത്ര പേര്? 300 ചില്ലുവാനം അഭ്യാസികൾ വീട്ടിലുണ്ടായിരുന്നു. 318 ചില്ലുവാനം എന്ന് പറഞ്ഞു. എനിക്ക് കണക്കൊക്കെ തെറ്റിപ്പോയി. 300 ചില്ലുവാനം. അതില് കൃഷിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. വീട്ടിൽ കഞ്ഞി വയ്ക്കുന്നവരുണ്ട്. നല്ല ചുട്ട അടി കൊടുക്കാൻ പറ്റിയ ചട്ടമ്പികൾ വരെയുണ്ട്.
ലോകത്തിന്റെ അവിടെ പോയി അടിച്ചു പിടിച്ചു കൊണ്ടുവന്നില്ലേ? ഹല്ലേലൂയ. ആ അബ്രഹാം, ബഹുസമ്പന്നനായ അബ്രഹാം, സ്വന്തം ദേശത്ത്, വാഗ്ദത്ത ദേശത്തല്ല, ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ, നമ്മുടെ തലമുറ എത്ര പേര് ദൈവസന്നിധിയിൽ നിൽക്കുന്നുണ്ട്? അവിടെ അടിച്ചാൽ നോക്കേണ്ടത്. അബ്രഹാം നാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. 2 പിള്ളേരുണ്ടായി, നല്ല ചുട്ട അടി കൊടുത്ത് അടിച്ച് വളർത്തി ആ ഭയഭക്തി കൊണ്ടുവരിക. ഇസ്ഹാക്കിനും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടി ഈ ബഹുധനവാനായ അബ്രഹാം കാത്തിരിക്കുന്നു. അബ്രഹാമിന്റെ ദർശനമുണ്ട്. ഞാൻ ആദ്യം കർത്താവിനോടൊക്കെ പ്രാർത്ഥിച്ചു ചോദിക്കുക, ഈ 11-ാം അധ്യായത്തില് ഈ പഴയ നിയമത്തിലെ വെട്ടും കുത്തും കൊലപാതകവും നടത്തിയവരുടെയൊക്കെ ചരിത്രം എടുത്ത് നമ്മൾ പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്? സ്വയം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കർത്താവ് ഈ വചനത്തിന്റെ വെളിപ്പാടിനോട് തരുന്നത്. അബ്രഹാമിന്റെ വിശ്വാസം, അബ്രഹാമിന്റെ ജീവിതം, മോനും മോൻ്റെ മോനും കൂടെയുണ്ട്. നമ്മുടെ മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ആത്മീയമായി എത്രത്തോളമാണെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചോണം. ഹല്ലേലൂയ. നമ്മൾ, നമ്മുടെ മക്കളും നമ്മുടെ തലമുറകളും കർത്താവിനെ സേവിക്കാൻ വേണ്ടി ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളും ഒരുപക്ഷെ ഞങ്ങൾക്ക് ജീവനോടുണ്ടെങ്കിൽ, അവരുടെ വിവാഹം നടക്കുന്നെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളും കർത്താവിനെ സേവിക്കുന്നവരായി തീരുവാൻ ഇടയാകണമേ എന്ന് നമ്മൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ കൊച്ചുമോന് വേണ്ടി അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി അവനെ സമർപ്പിച്ചിരിക്കുക. ഒരുപക്ഷെ എൻ്റെ കണ്ണടഞ്ഞാൽ ഈ പഥ്യവചനം പ്രസംഗിക്കാൻ എൻ്റെ കർത്താവേ, നീ അവന് കൃപ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചേൽപ്പിച്ച് ഓരോ ദിവസവും അവൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കും. പപ്പ പ്രാർത്ഥിക്കട്ടെ, വരാൻ തലയിങ്ങനെ കുറിച്ച് തരും. ഒന്നും അറിയില്ല പാവം. എൻ്റെ ഒരു ആഗ്രഹമാണത്, എൻ്റെ ഒടുങ്ങാത്ത ആഗ്രഹമാണത്. അവനൊരു ഡോക്ടർ ആകണമെന്നോ, അവനൊരു എഞ്ചിനീയർ ആകണമെന്നോ, അവൻ വലിയ വലിയ എന്താ പറയുക, നല്ല ഗ്രേഡുള്ള ജോലിയൊക്കെ പ്രാപിക്കണമെന്ന് അവൻ്റെ അപ്പനും അമ്മയൊക്കെ ആഗ്രഹിക്കുമായിരിക്കും. ഞാനത് ആഗ്രഹിക്കുന്നില്ല. അമ്മാരെടുപ്പാനുണ്ടെങ്കിൽ എന്തെങ്കിലും തൊഴിൽ കൊടുത്താൽ മതി. എവിടെയും പോയി ആരുടെയും മുമ്പിൽ പോയി തെണ്ടാതെ ജോലി എടുത്ത് ജീവിക്കാനുള്ള ചെറിയ ജോലിയാണെങ്കിലും കുഴപ്പമില്ല. അവൻ ദൈവത്തെ സേവിക്കണം. അവൻ കർത്താവിൻ്റെ വരവിൽ കാണപ്പെടണം. അവൻ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറണം. അവൻ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് പ്രയോജനമായി തീരണം. ഹല്ലേലൂയ. അതാ പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത്, നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികയും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ, ആ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊള്ളണം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ സുവിശേഷം എന്നുള്ളത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ അതിന്റെ അർത്ഥം കൊരിന്ത് സഭയോട് പൗലോസ് പറയുക, കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഇന്ന് പ്രാർത്ഥിച്ച് വിസ മേടിച്ചു കൊടുത്ത്, കാറ് മേടിച്ചു കൊടുത്ത്, ലോറി മേടിച്ചു കൊടുത്ത്, കണ്ടെയ്നർ മേടിച്ചു കൊടുത്ത് കല്യാണം നടത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? പെന്തക്കോസ്തുകാർ, നിങ്ങൾ ചിരിക്കല്ലേ, ഒറ്റ മോനേ ഉള്ളൂ. ഈ അപ്പനും അമ്മയും കൂടി ഇന്ന് തലയെറിഞ്ഞ് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് ഒരു മോനേ ഉള്ളൂ, ഈ സ്വത്ത് മുഴുവൻ മോനാ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരു മോള് മാത്രമുള്ള ഒരു അപ്പൻ്റെ അമ്മയും ഒരു മോള് മാത്രമുള്ള ഒരു പെണ്ണിനെ മകന് ഭാര്യയായിട്ട് കിട്ടണം. തലയെറിഞ്ഞ് പ്രാർത്ഥിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അവസാനം പ്രാർത്ഥിച്ച് ഒരു പിജാവിനെ കിട്ടി ചെറുക്കന്. അവസാനം ഇപ്പം ഞാൻ ആളും പേരൊന്നും ചോദിക്കരുത്, ഞാൻ പറയത്തില്ല. ഒന്ന് മിണ്ടിയ ഡൈവോഴ്സ്, അതുപോലെ ഇരിക്കും. എങ്ങനെയുണ്ട്? ഹലോ, കേൾക്കുന്നുണ്ടോ? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഒരു ദൈവഭയമുള്ള തക്ക തുടവന. ഇണയെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഇണയെ കിട്ടുമ്പോൾ അത് പറഞ്ഞങ്ങ് പോകും. തുണയാണെങ്കിൽ തുണയായിട്ട് കിടന്നോളും കൂടെ. ഇളയ മോനോട് പ്രാർത്ഥിച്ചോളൂ, തക്ക നുണ കൊടുക്കാൻ. എൻ്റെ ദൈവമേ, അവൻ്റെ ആഗ്രഹങ്ങളല്ല, നിന്റെ ഹിതപ്രകാരമുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. പ്രാർത്ഥിച്ചോളൂ, അങ്ങനെ പ്രാർത്ഥിക്കണം. ഇന്ന് മുതൽ ജാതി കയറിയ പെൺകുട്ടികളാണ് ഈ നടക്കുന്നത് മുഴുവൻ. MD, MA തിന്നിട്ട് അതിൻ്റെ സെയിൽസ് ഗേളായിട്ട് നടക്കുക. നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഒരു ബുള്ളറ്റ് ലേഡി ഇല്ലേ,
എറ്റിയടക്കാൻ വയ്യ ലേഡിക്ക്. കച്ചവടം എന്താ? ഒരു പ്രാവശ്യം കഴിച്ചൊരു പെൺകുട്ടി പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കും. അതിനെയൊക്കെയാണ് നമ്മുടെ പിള്ളേർ പോയി കെട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇനിയും കുഴപ്പമൊന്നുമില്ല, അത്താഴം ഉണ്ടതിനായിരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ പോയി കിടന്ന് തിന്നാൻ രണ്ടുപേരും കൂടി ഒരുമിച്ച്. അതുകൊണ്ട് ഞാൻ ദൈവഭയത്തോടെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുക. എൻ്റെ കുഞ്ഞിന് നല്ല ദൈവഹിതപ്രകാരമുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തനായ കർത്താവേ കൃപ തരണമേ. ഇത് പറഞ്ഞപ്പോൾ ആ വിഷയത്തെ ഓർമ്മ വരിക. അബ്രഹാമിന്റെ മോന് പെണ്ണെടുക്കാൻ വേണ്ടി ആലോചന ചിന്തയൊക്കെ വന്നപ്പോൾ എലിയാസോരോട് വിളിച്ചു പറഞ്ഞു. അബ്രഹാം എന്താ പറഞ്ഞേ? അവിടെ എവിടെയും ചെന്ന് വല്ല വലാലിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരാതെ എൻ്റെ ചാർച്ചക്കാരുടെയും സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെ ഇടയിൽ ചെന്നൊരു ബന്ധം നീ സ്ഥാപിക്കണം. ഈ പുതിയ നിയമത്തിലല്ലാത്തതുകൊണ്ട് ചില ഇതൊക്കെ ഉണ്ട്. ഞാൻ ചെല്ലുമ്പോൾ വെള്ളം കോരി കൊടുക്കുന്നതായിരിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അത് നമുക്ക് അതൊരു ഗുണപാഠമായിട്ട് മാത്രം എടുത്താൽ മതി. എലയാസർ, അനുസരണമുള്ള എലയാസർ, പരിശുദ്ധാത്മാവിന്റെ നിഴലാണ് എലയാസർ. ആ എലയാസർ എന്ത് ചെയ്തു? പോയതുപോലെ ചെന്നു അബ്രഹാമിന് തക്ക ഒരു തുണ കൊണ്ടുവന്നു. മോന്റെ വൈഫായിട്ടിരിക്കാൻ ഒരു പെണ്ണിനെ പോകും. അതുകൊണ്ട് അബ്രഹാം സ്വസ്ഥതയോടെ ജീവിച്ച് മരിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. 4 വെള്ളം കുടിച്ച് അബ്രഹാം മരിച്ചു. ഞാനീ പറയുന്നതിലൊക്കെ ദൂതുണ്ടെടുത്തോണം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം, എൻ്റെ മോൻ, എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾ അവർ ദൈവത്തെ സേവിക്കുന്നവരായി തീരണം. അവർക്ക് ആരൊക്കെ ഏതൊക്കെ ശമ്പളം ഉണ്ടെന്നുള്ളതല്ല വിഷയം. അതൊക്കെ ഉണ്ടോ ഉണ്ടാകാത്തിരിക്കുക, അതൊന്നും വിഷയമല്ല. കൂടുതൽ കൂടിയാലും പ്രശ്നമാണ്, 50 കൂടിയാൽ അതും പ്രശ്നമാണ്. ഇതെല്ലാം കൂടി ഇട്ട് പറിച്ചിട്ട് ഇറങ്ങേണ്ടി വരാൻ പറ്റത്തില്ല. ചെറുക്കനോട് പറഞ്ഞു ഇതെല്ലാം കൂടി വിറ്റ് തരത്തിൽ കൊടുക്കാൻ പറ്റിട്ട് അവന് കൊടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ? ആ സമ്പത്ത് അവനെ കീഴ്പ്പെടുത്തി. നാം സമ്പത്തിനെ കീഴ്പ്പെടുത്തണം. സമ്പത്തിന്റെ മേൽ നമ്മൾ അധികാരം ചെലുത്തണം. സമ്പത്ത് നമ്മളെ കീഴ്പ്പെടുത്താൻ ഇടവരുന്നു. പ്രിയ ദൈവമക്കളെ, സർവ്വലോകത്തോടും വിളിച്ചു പറയുന്ന ദൂത, കുവൈറ്റ് ഇറാഖ് വാറുണ്ടായ സമയത്ത് നടന്ന സംഭവം. കാരണം വാറ് നടക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. കുവൈറ്റിൽ 25-30 വർഷം ജോലി ഉണ്ടായിരുന്ന നഴ്സുമാർ, ഭർത്താക്കന്മാർ, വലിയ വലിയ കമ്പനിയുടെ മാനേജറായിട്ട് ജോലി ചെയ്തു 10-30 വർഷം അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ കുവൈറ്റ് ബാങ്കിൽ കൊണ്ടിട്ട് പോകും. കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു. കുവൈറ്റ് വാറ് വന്നപ്പോൾ ബാങ്കുകൾ അടച്ചുപൂട്ടി. അവിടെ പണം നഷ്ടമായി. അവരെ ഒരായുസ് മുഴുവൻ ഉണ്ടാക്കിയ ഭൗതികം മുഴുവൻ ആ യുദ്ധത്തോടനുബന്ധിച്ച ബാങ്കുകളെല്ലാം, അതിൻ്റെ രേഖകളെല്ലാം, കുവൈറ്റിലെ ബാങ്കുകളെല്ലാം തകർക്കപ്പെട്ടു. ആ കമ്പ്യൂട്ടർ സിസ്റ്റം മുഴുവൻ പോയി. സ്വത്രം. അപ്പൊ പറയും വേറെ സിസ്റ്റത്തിൽ കിടപ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം പോയി. അവസാനം ആ ഭാര്യ ഭർത്താക്കന്മാർ, വിശ്വാസികൾ ഉൾപ്പെടെ മാനസിക രോഗികളായിട്ട് കുവൈറ്റിൽ നിന്ന് അവർ നാട്ടിലേക്ക് വന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, അവരുടെ ഹൃദയം കർത്താവിലായിരുന്നെങ്കിൽ ആ ഗതികെട്ട അവസ്ഥ അവർക്ക് വരുമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. സ്വത്രം. സമയം ദീർഘമായിട്ട് എടുക്കുന്നില്ല, വേഗത്തിൽ ഞാൻ നിർത്താൻ പോകുന്നു. ഒറ്റ വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത്, നിങ്ങൾക്ക് ലഭിച്ചത്, നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ല എന്ന് വരിക. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ആ സുവിശേഷം നമ്മൾ മുറുകെ പിടിക്കുക. സുവിശേഷം എന്താണെന്ന് ഞാൻ പറഞ്ഞു. തിമോഥെയോസിന്റെ ലേഖനത്തിൽ ആ വാക്യം വേണമെങ്കിൽ എടുത്തു വരാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഒരുത്തന്നെ യേശുക്രിസ്തുവിനെ ഓർത്തുള്ളതാണ് ഒരു സുവിശേഷം. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. 2 തിമോഥെയോസ് 2:8. ആ വായിച്ചോ. ദാവീദിന്റെ സന്തതിയെ കിട്ടിയില്ല. ദാവീദിന്റെ സന്തതിയെ ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതാ പൗലോസ് പറഞ്ഞു പിടിച്ചുകൊള്ളാൻ.
യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കാൻ. ക്രിസ്തുവിനെ വിട്ടുകളയരുത്. പൗലോസിന്റെ ശ്രദ്ധേയമായ ഒരു പഠിപ്പിക്കലാണ് തല ക്രിസ്തുവും ശരീരം സഭ. തല ക്രിസ്തുവും ശരീരം സഭയും. എടുക്കുക, കൊലോസിലേഖനം എടുത്താട്ടെ. അതുകൂടി പറഞ്ഞ് കൺക്ലൂഷൻ ചെയ്യാൻ പോവാണ്. ഈ ദൂത് ശ്രദ്ധിച്ചു കേട്ടോ. 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. കൊലോസ്യർ 2:10. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. എങ്ങനെയാ പരിപൂർണത ലഭിക്കുന്നത്? അവനിൽ നിങ്ങൾക്ക് പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയെയും യേശുക്രിസ്തുവിലൂടെ ഒരു ഹൃദയ പരിച്ഛേദന നമ്മൾക്ക് ലഭിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, യേശുക്രിസ്തുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചപ്പോൾ ഹൃദയത്തിൽ ഒരു പരിച്ഛേദന, ആക്ഷരിക പരിച്ഛേദന, കത്തി കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ, അതൊരു പ്രവൃത്തിയാണെങ്കിൽ, ഇവിടെ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന റാഡിക്കൽ ചേഞ്ച്, മാനസാന്തരം, രൂപാന്തരം, അതിനെയാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. സ്നാനത്തിൽ നിങ്ങൾ അവരോടുകൂടി അടക്കപ്പെടുകയും അവരെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോ യേശുക്രിസ്തു വിശ്വസിച്ചപ്പോ എന്ത് പറ്റി? പാപം ചെയ്ത മനുഷ്യൻ മരിച്ചു, ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു. 2 കൊരിന്ത്യർ 5:17 ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. ഇനി അതിനടുത്ത് നമ്മൾ ഇത് വായിക്കാം. 18-ാമത്തെ വാക്യം വായിച്ചാൽ, തല ക്രിസ്തുവും ശരീരം സഭയും എന്നുള്ളതിനെ ഉറപ്പിക്കുന്ന ഭാഗമാണ് 18. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിനെ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരും നിങ്ങളുടെ വിരുന്ന് തെറ്റിക്കരുത്. ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ തലയെ മുറുകെ പിടിക്കുന്നവർ മുറുകെ പിടിക്കാതിരിക്കുന്നവർ വിരുന്ന് തെറ്റിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? മനസ്സിലായവരുണ്ടോ ഇവിടെ? തലയായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതിരുന്നാൽ, പൗലോസ് സുവിശേഷത്തിന്റെ അന്തസത്ത യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ നിങ്ങൾ മുറുകെ പിടിക്കാതിരുന്നാൽ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ നഷ്ടമാകും. അതുകൊണ്ടാണ് തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവൻ വിരുദ്ധെത്തിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കണം? ക്രിസ്തുവിന്റെ ഉപദേശം മുറുകെ പിടിച്ചത് പ്രസംഗിക്കാതിരുന്നാൽ ആത്മാക്കളുടെ രക്ഷ നഷ്ടപ്പെടുകയാണ്, വിരുദ്ധ തെറ്റിക്കുകയാണ്. നമ്മളൊരു വിരുദിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പൗലോസ് ഒരു വിരുദിന് വേണ്ടി ഓടി. ഞാൻ നല്ലപോലെ പോലും ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ ഭക്തൻ ഓടി തികച്ചു. വിശ്വാസികളെ പാസ്റ്റർമാര് ക്രിസ്തുവിനെ പ്രസംഗിച്ച് ക്രിസ്തുവിനെ മുറുകെ പിടിക്കുകയും ക്രിസ്തുവിന്റെ ഉപദേശപ്രകാരം ജീവിക്കുകയും ചെയ്യാതെ അവരെ വല്ലതൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് അവരെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞാൽ അതിന്റെ ഉത്തരവാദി പാസ്റ്ററായിരിക്കും. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രമാണം മുറുകെ പിടിച്ചില്ലെങ്കിൽ എന്തോ സംഭവിക്കും? വിരുദ് തെറ്റും. അടുത്ത തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും നരമ്പുകളാലും ചൈതന്യം ലഭിച്ചു ഏകീഭവിച്ചു ദൈവികമായ വളർച്ച. ദൈവികമായ വളർച്ച എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കാം? ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീക നിറവ്, അകത്തെ മനുഷ്യൻ വളരുക. ഇന്നത്തെ വിശ്വാസികളെയും പാസ്റ്റർമാരെയൊക്കെ എടുത്ത് ഞാൻ പഠിക്കുമ്പോൾ ഈ പുറമേയുള്ള മനുഷ്യനെ ഏതൊക്കെ നിലയിൽ അവര് മോടി കൂട്ടി വളർത്തിയെടുക്കുക അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അകത്തെ ഉള്ളവനോ എന്നെ പുറത്തു കൊള്ളണേ, എന്റെ ഭാഷ. അകത്തെ മനുഷ്യൻ ഐസിയു കിടന്നുകൊണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചോണ്ടിരിക്കുക. പുറമേ ഉള്ളവനോ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16 വാക്യം വായിച്ചു. ദൈവമേ, വചനം ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുക, നിർത്താൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ
ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. വിലപ്പെട്ടു. അടുത്ത ഇനി ശ്രദ്ധിച്ചേ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ഈ നൊടിനേരം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നൊടിനേരം. മോശ പറഞ്ഞ 70, 80, 50. അത് കഴിഞ്ഞ് നമ്മുടെ ചീട്ട് കീറി. ഏത് വലിയവനും കുറച്ചുകൂടി കൂടി കിട്ടിയായിരിക്കും. ബംഗ്ലാദേശിൽ 115 ആയിക്കോട്ടെ, 120 ആയാലും ഇടപാട് കീറും. മനസ്സിലായോ? ബെതുശലേക്ക് 969 വയസ്സ് വരെ ജീവിച്ചിരുന്നു. നോഹയുടെ കാലം വന്നപ്പോൾ ജനം പാപം ചെയ്ത് തന്നിഷ്ടപ്രകാരം ജീവിച്ചു, തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. അവിടെ ഗുരുതരമായൊരു ശിക്ഷ ദൈവം ജനത്തിൽ കൊടുത്തു. എന്താണെന്ന് പറയാമോ ആരെങ്കിലും ഒന്ന് പറഞ്ഞു? ആർക്കും പറയാം. നീ MD ഒക്കെ പഠിക്കുന്ന ആളാണ്, അതുകൊണ്ട് കുട്ടിയോട് ചോദിച്ചു. ഞാൻ കളിയാക്കിയല്ലേ കേട്ടോ. ഇപ്പൊ നിങ്ങൾ സ്റ്റുഡൻസാണ് എൻ്റെ മുമ്പിൽ. തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നപ്പോൾ ദൈവം ഒരു പണിഷ്മെന്റ് ലോകത്തിലെ മനുഷ്യന് മുഴുവൻ കൊടുത്തു. എന്താണെന്ന് എൻ്റെ ചോദ്യം. എങ്കിലും മനുഷ്യന്റെ ആയുസ് 120 ആകും എന്ന് പറഞ്ഞു. 969 എത്ര വർഷമുണ്ട് ചിന്തിച്ച്. 120 പറഞ്ഞ് എത്രയുണ്ട്? എത്ര കുറഞ്ഞ ചായ? ഒന്ന് കൂട്ടി പറഞ്ഞു എന്നാണെങ്കിലും. മാത്തമെറ്റിക്സ് പഠിച്ചവരാരും ഇല്ല ഇവിടെ. 969 നിന്ന് 120 കുറച്ചപ്പോൾ 841 വയസ്സ് തമ്പുരാൻ ഒരൊറ്റ അടിക്ക് തുടച്ചു മാറ്റി. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. ഇവിടുത്തെ ലോക നേതാക്കന്മാരും ഇവിടുത്തെ മതപണ്ഡിതന്മാരും ഇവിടുത്തെ വലിയ വലിയ ആൾക്കാരും വലിയ ധനാഢ്യന്മാരും വലിയ സ്കോളേഴ്സും വലിയ ഭരണചക്രം തിരിക്കുന്നവരൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം. തമ്പുരാന്റെ മുമ്പിൽ നിങ്ങളുടെ ജീവിതം വഷളായാൽ നിങ്ങളുടെ ചീട്ട് കീറാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. 969 നിന്ന് 120 വയസ്സായിട്ട് കുറച്ചു. ഇപ്പോഴത്തെ ഡോക്ടർമാർ എന്താ പറയണം എന്ന് പറഞ്ഞു? 50 വയസ്സാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ച് അപ്പനും അമ്മയും പുലർത്തി അവർക്കൊരു അനുഗ്രഹമായിരുന്നു. കൂടുതലൊന്നും കിട്ടത്തില്ല. ഞാൻ പറയുന്നതല്ല, ഡോക്ടേഴ്സ് പറയുന്ന. 20, 30 വയസ്സുള്ള ഇന്നത്തെ പിള്ളേരുടെ വയസ്സ് 50 വയസ്സാകുമ്പോൾ അവിടെ ചീട്ട് വീറിയിരിക്കും. ഇവിടെ 67 ഓടിക്കൊണ്ടിരിക്കുന്നു, 70 അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. സ്വത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാരണം കാലഘട്ടം പാപത്തിലേക്ക് വഴുതുമ്പോൾ മനുഷ്യന്റെ ആയുസ് ദൈവം കുറയ്ക്കും. അതാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം തരുന്ന പഠനം. ഇന്ന് ഡോക്ടർമാരത് പറഞ്ഞു 2000 വർഷം കഴിഞ്ഞു. ഞാനൊക്കെ ജീവിച്ചിരിക്കുന്ന അത്ഭുതമാണെന്ന് ചിന്തിച്ചോ? അത്ഭുതമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കേട്ട സുവിശേഷത്തിന്റെ അന്തസത്ത എന്താണ്? യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക, ക്രിസ്തുവിന്റെ പ്രമാണത്തെ മുറുകെ പിടിക്കുക, ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക, കർത്താവ് തന്നിരിക്കുന്ന കൽപ്പന അനുസരിച്ച് ഓരോ ദിവസവും ജീവിക്കുക. നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഭദ്രമാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. കർത്താവ് യേശു ക്രിസ്തു തന്ന ഭക്തിവചനവും ഭക്തിഗത ഉപദേശവും അപ്പോസ്തലന്മാർ പുതിയ നിയമ സഭയ്ക്ക് തന്നിട്ടുണ്ട്. അത് ഓരോന്നും കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചന പ്രഘോഷണം മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പഴയ പാട്ടിൻ്റെ 4 വരി പാടാൻ ആഗ്രഹമുണ്ട്. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണ തൻ്റെ മുഖം കണ്ടിടോ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശ എൻ പ്രദീപമേ, യേശുവേ മണാളനേ പ്രത്യാശ എൻ പ്രദീപമേ. എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ നിൻ തേജസ്സിൽ. എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ നിൻ തേജസ്സിൽ.
എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വൃഥാവല്ല അതു നിശ്ചയം വേഗം കാണും എന്നാണാളടി വൃഥാവല്ല അതു നിശ്ചയം വേഗം കാണും എന്നാണാളടി കണ്ടിടൂ കണ്ടിടൂ പ്രിയനെ ഞാൻ കണ്ടിടൂ അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടൂ 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 പ്രിയനെ ഞാൻ കണ്ടിടൂ അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടൂ യേശുവേ ഹല്ലേലൂയ സ്തോത്രം യേശുവേ മന അല്പസമയം നമുക്ക് കർത്താവിനെ ആരാധിക്കാം, ആത്മാവിൽ ആരാധിക്കാം, ആത്മാവിൽ ആരാധിക്കാം. ശ്രേഷ്ഠമേറിയ വചനത്തിന്റെ വെളിപ്പാടുകൾ ഇന്ന് വൽക്കാലം സ്വർഗം നമ്മെ കേൾപ്പിച്ചല്ലോ. യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊള്ളുക, ക്രിസ്തുവിന്റെ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തോന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ആലോചന തന്നിരിക്കുകയാണ്. കേൾക്കപ്പെട്ട വചനങ്ങൾ ഓരോ മക്കളുടെ ഹൃദയങ്ങളിൽ അത് ഭൂമിയിൽ വിളയുവാൻ കർത്താവെ നല്ല ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലത്തിൽ നടക്കുവാൻ തക്കവണ്ണം കർത്താവെ ഹാലിയ വചനങ്ങളുടെ ഹൃദയങ്ങളിൽ പറഞ്ഞുവല്ലോ കർത്താവെ ദായികമായി കർത്താവെ അവിടുത്തെ തിരുസഭയിൽ ചേർന്ന് കർത്താവിന്റെ ദാനത്തോടുകൂടി അവിടുത്തെ തിരുവചനത്തെ കർത്താവെ ഹാലിയ ഞങ്ങളിലേക്ക് ഒഴുകിക്കിട്ടേണ്ടത് ഞങ്ങൾ കർത്താവെ ദാനത്തോടുകൂടി അവിടുത്തെ ചേർന്നിരുന്നു. അവിടുത്തെ വന്നു കർത്താവെ അവിടുത്തെ വാക്കുകൾ പ്രകാരം ആ ജീവന്റെ നദി കർത്താവെ ഹാലിയ തിരുവചനം പറയുന്നത് പോലെ ജീവന്റെ നദികളെ ഒഴുകി തരുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നദി കർത്താവെ നിറഞ്ഞ കവിഞ്ഞ് ഞങ്ങളുടെ വരവിന്റെ പ്രത്യാശ കൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ. കർത്താവിന്റെ വരവിനോടി കാത്തിരിപ്പാൻ, കർത്താവിന്റെ വരവിനോടി കാത്തിരിപ്പാൻ, സ്വർഗരാജ്യം പ്രാപിച്ചെടുക്കുവാൻ, നിത്യത പ്രാപിച്ചെടുക്കുവാൻ, രൂപാന്തര ശരീരം, 1000 ആണ്ട് വാഴ്ച, പുതിയ ആകാശം, പുതിയ ഭൂമി, ഈ സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുക ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകിയ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരെയും ജീവിപ്പാൻ കൃപ നൽകിയാട്ടെ. അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കൃപ നൽകിയാട്ടെ.